എല്ലാ മലയാളി സുന്ദരി സുന്ദരന്മാർക്കും എൻ്റെ നമസ്കാരം. അങ്ങനെ കാത്തിരുന്ന മീര അൺവൈൻസ് എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഇന്നിവിടെ തുടങ്ങുകയാണ്. ഒരു മെക്സിക്കൻ അപാരത എന്ന ചിത്രത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടാണ് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു KSUകാരിയോ SFIക്കാരിയോ ഒക്കെ ആണെന്ന്. അല്ല കേട്ടോ. ഈ ചിത്രത്തിന്റെ ക്യാമറ പകർത്തിയിരിക്കുന്നത് പ്രകാശ് വേലായുധൻ എന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപികയുടെ ഭർത്താവാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ തന്നെ ആദ്യമായി കൈവയ്ക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഒരു മെക്സിക്കൻ അപാരതയുടെ ട്രെയിലർ ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു ഈ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി തന്നെ കാണുമെന്ന്. അല്ല, ട്രെയിലർ എങ്ങനെ മോശമാവാനാ? കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു വെറൈറ്റി ട്രെയിലർ നമ്മുടെയൊക്കെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. അതെ, ഹോംലി മീൽസിന്റെ കാര്യം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആ സിനിമയുടെ സംവിധായകൻ അനൂപ് കണ്ണനാണ് സ്വന്തം കീശയിൽ നിന്നും പൈസ മുടക്കി ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ക്യാമ്പസ്. അടിച്ചു പൊളിക്കണം. എനിക്ക് അനുവിനും ഭയങ്കര ഇഷ്ടമാണ്. സത്യം കിട്ടും, ദൈവം സത്യം. എനിക്കിഷ്ടാ. ഇനി എന്താ വേണ്ടേ? ഇനി ഞാൻ സന്ദേശമുള്ള ഒരു കഥ പറയാം. ഒരിക്കൽ ഓം ശാന്തി ഓശാനയുടെ ഡയറക്ടർ ജൂഡ് ആന്റണി ജോസഫ് ഒരു കഥ എഴുതി. നമ്മുടെ ടോം ഇമ്മട്ടിയാകട്ടെ ആ കഥ വാങ്ങി അതിൻ്റെ ടൈറ്റിൽ മാത്രം റീറ്റെയിൻ ചെയ്ത് അത് പൊളിച്ചടുക്കി ഒരു അടിപൊളി സിനിമ ഉണ്ടാക്കി. അതാണ് ഒരു മെക്സിക്കൻ അപാരത. സന്ദേശം എന്താണെന്നല്ലേ? കഥ ഏതായാലും സംവിധായകൻ നല്ലതായാൽ മതി. രാഷ്ട്രീയം തീരെ ഇല്ലാത്ത ഒരു കോളേജ് ക്യാമ്പസിൽ പഠിച്ചതുകൊണ്ട് ക്യാമ്പസ് രാഷ്ട്രീയത്തെക്കുറിച്ചോ SFIയുടെയും KSUവിൻ്റെയും ചരിത്രത്തെക്കുറിച്ചോ എൻ്റെ അറിവ് വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ മഹാരാജാസിലെയോ മറ്റ് കേരളത്തിലെ രാഷ്ട്രീയമുള്ള ഏതെങ്കിലും ക്യാമ്പസുകളിലെയോ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഇതിനോട് എതിരഭിപ്രായം ഉണ്ടാകാവുന്നത് തികച്ചും സ്വാഭാവികം മാത്രമാണ്. ടോവിനോ എന്ന നടന്റെ ഡെപ്ത് അറിയണമെങ്കിൽ എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ അപ്പു എന്ന ഒരൊറ്റ കഥാപാത്രം മതി. ഗപ്പി എന്ന ഒരു സമ്പൂർണ്ണ ചിത്രത്തിനോട് നമ്മൾ മലയാളികൾ കാണിച്ച നെറുകേടിനുള്ള ഒരു പ്രായശ്ചിത്തം കൂടിയാണ് ഈ ചിത്രത്തിനും ടോവിനോയ്ക്കും കിട്ടിയിട്ടുള്ള ഹൈപ്പ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വർഷം ഇലക്ഷൻ അവസാനിക്കുമ്പോൾ ഈ കോളേജിൽ ഒരു കൊടി ഉയരുന്നുണ്ടെങ്കിൽ അത് SFIയുടെ ചുവന്ന കൊടിയായിരിക്കും. അടുത്തിടെ ഒരു അവാർഡ് നിശയിൽ മുടിയൊക്കെ വളർത്തി ഷോ ഇറക്കി കിടക്കുന്ന നീരജ് മാധവനെ കണ്ടപ്പോൾ ഇവനൊക്കെ ആരാ ഇങ്ങനെ പൊക്കിക്കൊണ്ട് കിടക്കുന്നത് എന്നായിരുന്നു എനിക്ക് തോന്നിയത്. എന്നാൽ ഒരു മെക്സിക്കൻ അപാരതയിലെ സുഭാഷിനെ മച്ചാനെ നിങ്ങൾ സഭാഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കലിപ്പിലാണ്. ഒരു അടി പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഒരു അടി കിട്ടിയ സുഭാഷ് താങ്ങോ? ഉടക്കാൻ വരട്ടെ, തലയടിച്ച് പൊളിക്കും. അപ്പൊ പറഞ്ഞു വന്നത് നമ്മുടെ രൂപേഷ് പീതാംബരനെ കുറിച്ചാണ്. ഈ ചിത്രത്തിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് രൂപേഷ് പീതാംബരൻ തന്നെയാണ്. യൂട്യൂബ് ബ്രൂട്ടസ്, തീവ്രം എന്നീ സിനിമകളുടെ സംവിധായകൻ ആണെങ്കിൽ കൂടിയും അദ്ദേഹത്തെ നമ്മൾ മലയാളികൾ തിരിച്ചറിയുന്നത് പഴയ ആ സ്ഫടികത്തിലെ ആടുതോമയുടെ കുട്ടിക്കാലം അഭിനയിച്ച ആളായിട്ട് തന്നെയാണ്. ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് ഇയോബിന്റെ പുസ്തകത്തിൽ ഫഹദ് ഫാസിൽ ആഷിഖപൂനോട് പറഞ്ഞ ഒരു ഡയലോഗാണ് ഓർമ്മ വന്നത്. നിങ്ങൾ അഭിനയിക്കേണ്ട ആള് തന്നെയാണ് ടോമാഷെ. അവന്മാര് ആ ഉണ്ണാക്കന്മാര് വിചാരിച്ചോ നടക്കാൻ പോകുന്നു. എന്താ പ്രശ്നം? എന്താ രൂപേഷാവൻ മരത്തല്ലണം. ചങ്കുറപ്പുള്ള കേസിന്റെ പിള്ളേരുണ്ടെങ്കിൽ സ്റ്റേജിന്റെ ബാക്കിലേക്ക് വാടാ. എന്റെയൊക്കെ കാലത്താണെങ്കിൽ അവന്മാരുടെ തല ഇവിടെ കിടന്ന് ഉരുണ്ടേനെ. ഇറങ്ങി അന്ന് തൊട്ട് സൂപ്പർ ഹിറ്റാണ് ഒരു മെക്സിക്കൻ അപാരതയിലെ എല്ലാ ഗാനങ്ങളും. ഏമാന്മാരെ ഏമാന്മാരെ എന്നുള്ള പാട്ട് ഇഷ്ടപ്പെടാത്തവരാരും തന്നെ മലയാളക്കരയിൽ ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. ഈ ചിത്രത്തിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ള മണികണ്ഠൻ അയ്യപ്പയ്ക്ക് അഭിനന്ദനങ്ങൾ. അയ്യോ, അപ്പൊ പറയാൻ വന്ന കാര്യം മറന്നുപോയി. നമ്മുടെ ക്യാമറാമാന്റെ കാര്യമാണേ. സിനിമ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ വളരെ വൃത്തിയായി യാതൊരു ആർഭാടവുമില്ലാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പ്രകാശ് വേലായുധന് സാധിച്ചു. ഇനി ഒരു മെക്സിക്കൻ അപാരതയുടെ മികച്ചതും തുലച്ചതുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ഡയറക്ഷൻ, കാസ്റ്റിംഗ്, സോങ്സ്,
BGM, എഡിറ്റിംഗ്, കളർ കറക്ഷൻ എന്നിവ മികച്ചതിൻ്റെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. എന്നാൽ നശിപ്പിച്ചു തുലച്ച കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോസ്റ്റ്യൂം. കാലഘട്ടത്തിന് യോജിക്കാത്ത വസ്ത്രധാരണമായിരുന്നു ഈ സിനിമയിലെന്ന് മറ്റു പ്രേക്ഷകരെ പോലെ എനിക്കും തോന്നിയിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ ആണെങ്കിലോ പല സന്ദർഭങ്ങളിലും വീക്കായി പോയപ്പോൾ BGM ആണ് രക്ഷയ്ക്കായി എത്തിയത്. ലാലേട്ടന്റെയും സുരേഷ് ഗോപിയുടെയും മമ്മൂക്കയുടെയും ഒക്കെ കിടിലൻ ഡയലോഗുകൾ കേട്ട് വളർന്ന നമുക്ക് ഈ ചിത്രത്തിലെ ഡയലോഗുകൾക്ക് ഗാംഭീര്യം പോരാ എന്ന് തോന്നിയാൽ അതിൽ തെറ്റില്ല. ഒരു മാസ് ഹീറോ എന്ന നിലയ്ക്ക് ടോവിനോ വളരുന്നതിന്റെ ഒരു ചവിട്ടുപടിയായി മാത്രമേ നമുക്ക് ഈ ചിത്രത്തിനെ വിധിയെഴുതാൻ സാധിക്കൂ. ഇനി കലാശക്കൊട്ട്. യാതൊരു പ്രതീക്ഷകളും രാഷ്ട്രീയ മുൻവിധികളും ഇല്ലാതെ പോവുകയാണെങ്കിൽ മുടക്കിയ പൈസ മുതലായതിന്റെ സന്തോഷത്തോടു കൂടി തിയേറ്ററിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കളിപ്പ് കട്ടക്കളിപ്പ് കളിപ്പ് കട്ടക്കളിപ്പ് പറക്കും പാറിപ്പറക്കും ചെങ്കൊടി കയ്യിലും അത് നെഞ്ചിലും ചുവപ്പ്. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ പ്രഹസനമായതുകൊണ്ട് തന്നെ തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിച്ച് മാപ്പാക്കണം. മീര അൺവൈൻസിന്റെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ലൈക്കും ഷെയറും കമന്റും ഒക്കെ വാരിക്കോരി തരാൻ ആരും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പ് 2 അല്ല 50 വട്ടമെങ്കിലും ആലോചിച്ചോളൂ. കാരണം ഇമ്മാതിരി ഐറ്റംസ് ഇനിയും ഒരുപാട് വരാനിരിക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ.